ഓണമൊക്കെ എത്ര പെട്ടെന്നല്ലേ വന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷം കഴിയുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. പ്രാവശ്യത്തെ ഓണം നമ്മളങ്ങനെ ആഘോഷമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ചെറുതായിട്ട് എല്ലാവരും കൂടെ കൂടി ഫുഡൊക്കെ കഴിച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ആ ഒരു സന്തോഷം. അപ്പോൾ ഞാൻ ഓണത്തിൻ്റെ വിശേഷമൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി. അമ്പലത്തിലായിരുന്നു കേട്ടോ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വീട്ടിലിട്ടിട്ടില്ല. അപ്പോൾ അതേ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അത് അമ്മ അവിയലും പുളിയിഞ്ചും പായസം എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഓണമൊക്കെ ആയത് കാരണം അമ്മയുടെ വക ഒരു സ്പെഷ്യൽ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അനിയനും കൂടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചച്ചന്മാരുടെ വീട്ടിലൊക്കെ പോയി. നമ്മളെല്ലാ പ്രാവശ്യം ഓണക്കോടി കൊടുക്കും അച്ചച്ചന്മാർക്കൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ പോയി സെറ്റാക്കി വീട്ടിലെത്തിയിട്ട് നല്ല അടിപൊളി സാമ്പാറും ഇഡ്ഡലി ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ. അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതേ കുറച്ച് ഫോട്ടോ സെക്ഷനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്ത് പിന്നെ ഇതേ നമ്മുടെ മെയിൻ ഓണസദ്യ കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇലയൊക്കെ ഇട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെ ഓണം. എല്ലാവരും കാണും, തറവാട്ടിലുള്ള എല്ലാവരും ഉണ്ടാവും. ശരിക്കും ഈ ഒരു ഓണം ഞാൻ പറഞ്ഞല്ലേ അത്ര ആഘോഷമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഒരു ഗ്ലാസ് പരിപ്പ് പായസം കുടിച്ചതിൻ്റെ എഫക്റ്റാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. എന്താ പറയുന്നത് പോലും എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഓണസദ്യയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മുടെ റിയക്കുട്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആൾക്ക് ഫുഡും പായസമൊക്കെ കിട്ടിയപ്പോൾ നല്ല ഹാപ്പിയായി. പിന്നെ ഞാൻ അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ ഓണം അങ്ങനെ വൈൻഡപ്പ് ചെയ്തു ഗൈസ്.